Texas Today, brought to you by Get the lunch you really want with the Loco Lunch Box. Your choice of gordita, burrito, quesadilla, or tacos with chips, rice and beans cup, and a churro from El Pollo Loco. നമസ്കാരം, ടെക്സസ് ടുഡേയിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് അഭിമാനമായി ബെന്നി വാച്ചാച്ചിറ ഡയസ്പൊറ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസിന്റെ 2021-23 വർഷത്തേക്കുള്ള ചെയർമാനായി ബെന്നി വാച്ചാച്ചിറ ചുമതലയേറ്റു. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ജ്ഞാനായ കാത്തോലിക്ക സംഘടനകളുടെ സംഘടനയായ ഡയസ്പൊറ ജ്ഞാനായ കാത്തോലിക് കോൺഗ്രസിന് ഇപ്പോൾ 2021-23 വർഷത്തേക്കുള്ള പുതിയ കർമ്മസമിതി ചുമതലയേറ്റിരിക്കുന്നു. 1984 അമേരിക്കയിലെത്തി തുടർന്ന് ഷിക്കാഗോയിൽ കഴിഞ്ഞ 37 വർഷമായി കുടുംബവും കുട്ടികളുമായി താമസിക്കുന്ന ബെന്നി വാച്ചാച്ചിറയാണ് ചെയർമാനായി നിലവിൽ ചുമതലയേറ്റിരിക്കുന്നത്. അമേരിക്കൻ മലയാളി സംഘടനാ പ്രവർത്തകരും ഫോമയുടെ മുൻ പ്രസിഡന്റുമാണ് ബെന്നി വാച്ചാച്ചിറ. സഭയെയും സമുദായത്തെയും ഒന്നിച്ച് കണ്ണു ചേർത്ത് കൊണ്ടുപോകുവാനാണ് പ്രതിജ്ഞാബദ്ധമായ മനസ്സോടെയും വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുമെന്ന് ചെയർമാൻ ബെന്നി വാച്ചാച്ചിറ പറഞ്ഞു. ജ്ഞാനായ സമൂഹത്തെ അതിന്റെ അടിസ്ഥാന തത്വമായ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജ്ഞാനായ പ്രണാമങ്ങളിൽ ഊന്നിക്കൊണ്ട് ജ്ഞാനായ സമുദായ ഐക്യവും കത്തോലിക്ക വിശ്വാസവും കൈമോശം വരാതെ സൂക്ഷിച്ചുകൊണ്ട് ആഗോള ജ്ഞാനായ സമുദായാംഗങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കുവാനുള്ള കോട്ടയം അതിരൂപത നേതൃത്വത്തിന്റെയും ലോകമെമ്പാടുമുള്ള ജ്ഞാനായ സംഘടനകളുടെയും ശ്രമങ്ങൾക്ക് കരുത്ത് പകരുകയും അവയെ ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് DKCC ഏറ്റെടുത്തിരിക്കുന്നത്. തനിമയാർന്ന ധാരാളം ആചാര അനുഷ്ഠാനങ്ങൾ മുറതെറ്റാതെ ആഘോഷ പൊലിമയോടെ തന്നെ നിലനിർത്തി പോരുന്ന ഈ പ്രബല സമൂഹത്തിന്റെ ശോഭനമായ ഭാവി, അനുസൂത്യമായ വളർച്ചയും വികാസവും, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മാർഗനിർദ്ദേശം എന്നിവയടങ്ങിയ ഒരു കർമ്മപരിപാടി രൂപപ്പെടുത്തി പാളിച്ചകളില്ലാതെ തീർത്തും സാമുദായിക മുഖത്തോടെ നടപ്പാക്കുകയാണ് നമ്മുടെ പരമപ്രധാനമായ കർത്തവ്യമെന്ന് ബെന്നി വാച്ചാച്ചിറ വ്യക്തമാക്കി. പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദിദിയൻ കാത്തോലിക്ക ബാവയുടെ 30ാം ചരമദിനം ഓഗസ്റ്റ് 9 നടന്നു. വൈകിട്ട് 7 മണിക്ക് ചരമദിന സമ്മേളനം സംഘടിപ്പിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാത്തോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദിദിയൻ കാത്തോലിക്ക ബാവയുടെ 30ാം ചരമദിന സമ്മേളനം സംഘടിപ്പിച്ചു. ഹൂസ്റ്റണിലെ വിവിധ ദേവാലയങ്ങളിലെ വൈദികരും വിശ്വാസികളും ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സംബന്ധിച്ചു. സന്ധ്യാ നമസ്കാരത്തോട് ആരംഭിച്ച് വിശുദ്ധ കുർബാനയും അനുസ്മരണ പ്രാർത്ഥനയും അനുശോചന സമ്മേളനവും നടന്നു. സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ഹൂസ്റ്റൺ പ്രദേശത്തുള്ള ദേവാലയങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹൂസ്റ്റൺ സെന്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഓഗസ്റ്റ് 9 തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്കായിരുന്നു ചടങ്ങ് നടന്നത്. നിരവധി പ്രമുഖർ പങ്കെടുത്തു. ടെക്സസ് ഗവർണറെ അവഗണിച്ചുകൊണ്ട് ഡാലസ് ISDയിൽ ചൊവ്വാഴ്ച മുതൽ മാസ്ക് നിർബന്ധമാക്കാനൊരുങ്ങി സ്കൂൾ സൂപ്രണ്ട് മൈക്കൽ ഹിനോറസ. ഡാലസ് ഇൻഡിപെൻഡന്റ് സ്കൂൾ ഡിസ്ട്രിക്റ്റിലെ വിദ്യാർത്ഥികൾക്ക് മാസ്ക് നിർബന്ധമാക്കി സൂപ്രണ്ട് മൈക്കൽ ഹിനോറസ ഉത്തരവിട്ടു. നോർത്ത് ടെക്സസിലെ ഏറ്റവും വലിയതും ടെക്സസിലെ രണ്ടാമത്തേതും വലിയ സ്കൂളാണ് ഡാലസ് ISD. ഡെൽറ്റ വൈറസ് വ്യാപകമാകുന്നതാണ് മാസ്ക് നിർബന്ധമാക്കാൻ കാരണമെന്ന് സ്കൂൾ സൂപ്രണ്ട് വിശദീകരിച്ചു. ടെക്സസ് ഗവർണർ സ്കൂളിലെ മാസ്ക് നിർബന്ധമാക്കരുതെന്ന് ഉത്തരവിട്ടിരുന്നുവെങ്കിലും പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നതിനാൽ മാസ്ക് ഉപയോഗിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് സൂപ്രണ്ട് പറഞ്ഞു. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സ്വീകരിക്കുന്ന നടപടികൾ ഗവർണറുടെ ഉത്തരവ് ലംഘിക്കുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ISD അതിർത്തിയിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 10 മുതലാണ് മാസ്ക് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഈ മാസ അവസാനത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുമെന്നും ഇന്നത്തെ നിലയിൽ തുടർന്നാൽ കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിക്കുമെന്നും UT സൗത്ത് വെസ്റ്റേൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ISDയുടെ തീരുമാനം ജില്ലാ കൗൺസിൽ ജഡ്ജി ക്ലേ ജെഗിൻസ് സ്വാഗതം ചെയ്തു. ഷിക്കാഗോയിൽ വാഹന പരിശോധനയ്ക്കിടെ വെടിയേറ്റ് 29 വയസ്സുള്ള വനിതാ പോലീസ് ഓഫീസർ മരിച്ചു. വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെടുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഷിക്കാഗോ സൗത്ത് സൈഡിൽ ശനിയാഴ്ച രാത്രി വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ വെടിയുതിർത്തതിനെ തുടർന്ന് 29 വയസ്സുള്ള വനിതാ ഓഫീസർ എല്ലാ ഫ്രഞ്ച് മരിച്ചു. മറ്റൊരു ഓഫീസർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 1988 ശേഷം ജോലിക്കിടെ ഷിക്കാഗോയിൽ കൊല്ലപ്പെടുന്ന ആദ്യ വനിതാ ഓഫീസറാണ് എല്ലാ. വെടിവയ്പ് സംഭവത്തിൽ ഷിക്കാഗോ മേയർ ലോറി റൈറ്റ് ഫുഡ് ആശങ്ക പ്രകടിപ്പിച്ചു. വാരാന്ത്യം നടന്ന വെടിവയ്പിൽ ഷിക്കാഗോയിൽ 60 പേർക്ക് പരിക്കേൽക്കുകയും 10 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. പോലീസ് തിരിച്ചു വെടിവെച്ചതിനെ തുടർന്ന് കാറിലുണ്ടായിരുന്ന 3 പേരിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈഗിൾവുഡിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത്. കൊല്ലപ്പെട്ട വനിതാ ഓഫീസർ 3 വർഷം മുമ്പാണ് ഷിക്കാഗോ പോലീസിൽ ചേർന്നത്. ഷിക്കാഗോയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച സൗത്ത് ബെൽ അവന്യൂവിൽ 6300 ബ്ലോക്കിലെ ഒരു സ്മാരകത്തിൽ പൂക്കൾ സമർപ്പിക്കും. ഫ്ലോറിഡയിൽ ജാക്സൺ വില്ല ചർച്ചിലെ 6 അംഗങ്ങൾ 2 ആഴ്ചകളിൽ കോവിഡ് ബാധിച്ച് മരിച്ചു.
ഫ്ലോറിഡ സംസ്ഥാനത്ത് കോവിഡ് വ്യാപിക്കുന്നതിനിടയിൽ ജാക്സൺ വില്ലയിലെ ഒരു പള്ളിയിൽ ആരാധനയിൽ പങ്കെടുത്ത 6 പേർ 2 ആഴ്ചക്കുള്ളിൽ കോവിഡ് ബാധിച്ച് മരിച്ചതായി പാസ്റ്റർ വ്യക്തമാക്കി. മരിച്ച 6 പേരും വാക്സിൻ സ്വീകരിച്ചില്ലെന്നും പാസ്റ്റർ പറഞ്ഞു. ഏറ്റവും ഒടുവിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് ഗായക സംഘത്തിലെ ഒരു യുവതിയായിരുന്നുവെന്നും പാസ്റ്റർ വെളിപ്പെടുത്തി. 4 പേർ 35 വയസ്സിന് താഴെയുള്ളവർ ആയിരുന്നു. ഞായറാഴ്ച പള്ളി വാക്സിനേഷൻ കേന്ദ്രമാക്കി മാറ്റി. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ ഹെൽത്തുമായി സഹകരിച്ച് നടത്തിയ വാക്സിനേഷൻ ക്യാമ്പിൽ വെച്ച് ആവശ്യമുള്ളവർക്ക് വാക്സിൻ നൽകി. എന്നാൽ താൻ ആരെയും വാക്സിൻ സ്വീകരിക്കാൻ നിർബന്ധിക്കുകയില്ലെന്നും പാസ്റ്റർ പറഞ്ഞു. എനിക്കറിയാവുന്നത് എന്നെ സേവിക്കാൻ വിളിക്കപ്പെടുന്ന ആളുകളെ സഹായിക്കുക, അവർ ആരോഗ്യമുള്ള സ്ഥലത്താണ് ഉറപ്പാക്കാൻ എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യുക എന്നതാണ്. അതേസമയം ആരോഗ്യവകുപ്പിന്റെ ഡാറ്റ പ്രകാരം കഴിഞ്ഞ ആഴ്ച തുടർച്ചയായി 6 ദിവസത്തേക്ക് സംസ്ഥാനത്തെ കോവിഡ് ആശുപത്രികൾ റെക്കോർഡ് നിലവാരത്തിൽ വർദ്ധിച്ചു. പുതിയ പ്രതിദിന കോവിഡ് കേസുകൾ കൊണ്ട് റെക്കോർഡ് മറികടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ വാക്സിനേഷൻ പരിപാടി നടന്നത്. US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അനുസരിച്ച് സംസ്ഥാനം വെള്ളിയാഴ്ച 23,903 പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ആ ദിവസം മൂന്നാമത്തെ തവണയാണ് ഫ്ലോറിഡ പുതിയ പ്രതിദിന കോവിഡ് കേസുകളുടെ റെക്കോർഡ് മറികടക്കുന്നത്. അടുത്തൊരു വാർത്തയുടെ ടെക്സസ് ടുഡേ അവസാനിക്കുകയാണ്. ഫ്ലോറിഡയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. വെറും ഒരു ദിവസത്തെ ഞെട്ടിക്കുന്ന കോവിഡ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏകദിന കോവിഡ് കേസുകൾ 27,25,450. ജൂലൈ 31 മുതൽ ഒരാഴ്ചക്കുള്ളിൽ 3 തവണ ഫ്ലോറിഡയിലെ ഏകദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണെന്ന് റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. CDCയുടെ കണക്കനുസരിച്ച് ശനിയാഴ്ച മാത്രം 23,903 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ഫ്ലോറിഡയിൽ ഓഗസ്റ്റ് 6 വരെയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 27,25,450 ഉയർന്നു. ജൂലൈ 31 മുതൽ സംസ്ഥാനത്ത് ഏകദിന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ്. 21,683 പേർ. വ്യാഴാഴ്ച 22,783 പേർ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസിന്റെ കണക്കനുസരിച്ച് തുടർച്ചയായി ഒരാഴ്ചയിൽ 6 ദിവസം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ എണ്ണത്തിലും റെക്കോർഡ് വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ശനിയാഴ്ച ആശുപത്രിയിൽ 13,348 പേരെയാണ് പ്രവേശിപ്പിച്ചത്. ശനിയാഴ്ച 19 മരണം കൂടി സ്ഥിരീകരിച്ചപ്പോൾ സംസ്ഥാനത്തെ മാത്രം മരണസംഖ്യ 39,696 ആയി. ഈ കണക്കുകൾ ശനിയാഴ്ച CDC ഔദ്യോഗികമായി പുറത്തുവിട്ടതാണ്. ഫെഡറൽ ഹെൽത്ത് മാർഗനിർദ്ദേശത്തിൽ നിർബന്ധമായും ആരോഗ്യ പ്രശ്നമുള്ളവർ മാസ്ക് ധരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം ഇതുവരെയും വാക്സിൻ സ്വീകരിക്കാത്തവർ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും വേനൽക്കാല വിനോദയാത്രകളിൽ നിന്നും പിന്മാറാനും നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം പേരും വീട് വിട്ട് യാത്ര ചെയ്യുന്നതായി സൂചനകളുമുണ്ട്. പ്രാദേശിക നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും നിയന്ത്രണങ്ങൾ സ്വയം കർശനമാക്കണമെന്നും ആരോഗ്യ അധികൃതർ നിരന്തരം പറയുന്നുമുണ്ട്. ഓഗസ്റ്റ് 7 വരെ അമേരിക്കയിൽ കോവിഡ് മൂലം 6,20,404 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ടെക്സസ് ടുഡേ അവസാനിക്കുന്നു. നമസ്കാരം. ടെക്സസ് ടുഡേ ബ്രോട്ട് യു ബൈ Get the lunch you really want with the Loco Lunch Box. Your choice of gordita, burrito, quesadilla, or tacos with chips, rice and beans cup, and a churro from El Pollo Loco.